ഹലോ, ഇന്ന് നമുക്ക് കോഴിക്കോട് വരെ ഒന്ന് പോയി വന്നാലോ? ഒരു 700 രൂപ ബഡ്ജറ്റാണ് പ്രതീക്ഷിക്കുന്നത്. മിഷ്കാൽ മസ്ജിദ്, തലി ക്ഷേത്രം, അതേപോലെ തന്നെ മാണാഞ്ചേരി സ്ക്വയർ, പിന്നെ പാരഗൺ ഹോട്ടൽ, പിന്നെ കാലിക്കറ്റ് ബീച്ച്. ഞാൻ പോയരാ. ഞാൻ ഏകദേശം 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ജസ്റ്റ് കോഴിക്കോട് നിന്ന് കറങ്ങിപ്പോരാ, സാധാരണ ബീച്ചും ഇതൊക്കെ കണ്ട് കറങ്ങിപ്പോരാ എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇതുവരെ കാണാത്ത ചില സംഭവങ്ങൾ കണ്ടപ്പോൾ ശരിക്കും അത് കാണേണ്ട സംഭവം തന്നെയാണ്. ഫസ്റ്റ് ഞാൻ മിഷ്കാൽ പള്ളി കണ്ടപ്പോൾ ഒരു എന്താ പറയുക, നോർമൽ പള്ളി അത്രമാത്രം. പക്ഷെ അത് ഒരു സൈഡ് നോക്കുമ്പോഴാണ്, നമ്മൾ ഗൂഗിൾ മാപ്പ് വഴി നോക്കുമ്പോൾ ഒരു ചെറിയ റൂട്ടൊക്കെ കാണിച്ചില്ല. അപ്പോൾ അവിടുന്ന് ഉള്ള വ്യൂ ആണ് ഞാൻ കണ്ടത്. പക്ഷെ ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ സുബേരി എന്താ പറയുക, നമ്മുടെ കണ്ണൊന്ന് തള്ളിപ്പോകും അമ്മാതിരി പള്ളി. ഇതാണ് മിഷ്കാൽ പള്ളി. ഏകദേശം 650 വർഷം പഴക്കമുള്ള പള്ളിയാണ്. പിന്നെ ഏകദേശം AD 1500 പോർച്ചുഗീസുകാർ ഈ കോഴിക്കോട് ആക്രമിച്ചപ്പോൾ ഈ പള്ളി കത്തിച്ചിരുന്നു. അവർ കത്തിച്ചതിന് ശേഷമാണ് 5 നില ഉള്ളത് പിന്നെ 4 നിലയായിട്ട് ചുരുക്കിയത്. പിന്നെ ഈ പള്ളിക്ക് മിനാരല്ലാത്ത പള്ളിയാണിത്. ഈ ഒരു ബിൽഡിങ് ശരിക്കൊരു എന്താ പറയുക, അത്ഭുതമാണ്. കാരണം സാധാരണ ഒരു ഇപ്പോഴത്തെ കാലത്ത് ഒരു പില്ലർ ഇടുമ്പോൾ അതിന് അടിയിൽ താഴെ കുഴി കുഴിച്ചിട്ട് നല്ല വിസ്തരിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടൊക്കെയാണ് പില്ലർ ഇടുക. ഇത് ജസ്റ്റ് ഇവിടെ ജസ്റ്റ് മരത്തിൻ്റെ തൂണ്, ആ തൂണിൻ്റെ മുകൾക്ക് പോയിട്ട് ഈ 5 നില അല്ലെങ്കിൽ 4 നില എങ്ങനെ ഈ തൂണ് താങ്ങുന്നത് ശരിക്കും ഒരു അത്ഭുതമാണ്. അന്നത്തെ ഏകദേശം 650 വർഷങ്ങൾക്ക് മുമ്പുള്ള പള്ളിയാണ്. അന്നത്തെ പ്രമുഖ വ്യാപാരിയായിരുന്ന മിഷ്കാൽ എന്നുള്ള ഒരു വ്യാപാരി നിർമ്മിച്ചു കൊടുത്ത പള്ളിയാണത്. പോർച്ചുഗീസുകാരുടെ ആക്രമണത്തിനെ തുടർന്ന് നശിച്ച ആ പള്ളി പിന്നെ സാമൂതിരിയുടെ സഹായത്തോടെയാണ് പിന്നെ വീണ്ടും പുനർനിർമ്മിച്ചത്. ഓരോ തൂണിനും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് മരത്തിൻ്റെ പലകയാണ്. പാരഗൺ ഹോട്ടൽ ഇത്രയും കാലം കഴിച്ച ഫുഡിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തൊരു ടേസ്റ്റ്. മീൻ കറിക്കാണെങ്കിലും സാമ്പാറിനാണെങ്കിലും ഒക്കെ ഒരു ടേസ്റ്റാണ്. ഇതാണ് കോഴിക്കോടുള്ള തളി ശിവക്ഷേത്രം. അതായത് ചുവർ ചിത്രങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണത്. അതേപോലെ തന്നെ സാമൂതിരി രാജാവിൻ്റെ പ്രധാന ഒരു കേന്ദ്രമായിരുന്നു ഇത്. പിന്നെ രേവതി പട്ടത്താൻ എന്നുള്ളൊരു പണ്ഡിത സഭ നടന്നിരുന്ന ക്ഷേത്രമാണ്. പിന്നെ ശിവലിംഗം ശിവപ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ശിവപ്രതിഷ്ഠ നടത്തിയത് നമ്മുടെ പരശുരാമനാണെന്നാണ് വിശ്വാസം. നല്ല ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഏതായാലും ഒരു റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഇവിടെ എന്താണെങ്കിലും. പിന്നെ കോഴിക്കോട് ബീച്ചിൽ വന്നിട്ട് നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമായിരുന്നു.
ഏതായാലും ഞാൻ പ്രതീക്ഷിച്ച അത്ര ബില്ല് വന്നില്ല. എവിടെ പാരഗൺ ഹോട്ടലിൽ ഞാൻ ഇതിലേറെ ബില്ല് പ്രതീക്ഷിച്ചിരുന്നു. ഒരു ചോറും ഒരു മീനും ആകെ 90 രൂപ ആയുള്ളൂ. അത് ശരിക്ക് ഞാൻ അത്ഭുതപ്പെട്ടു. മാത്രമല്ല 700 രൂപയ്ക്ക് ബഡ്ജറ്റ് പ്രതീക്ഷിച്ചപ്പോൾ നമുക്ക് 300 രൂപ എണ്ണക്കും പിന്നെ ഒരു 200 രൂപ മാക്സിമം ഫുഡിനായിട്ടുള്ളൂ. സോ 500 രൂപയ്ക്ക് നമുക്ക് ഈസിയായിട്ട് പോയി പോരാം. ഈ പാറമക്കൂടെ നടന്ന് അങ്ങോട്ട് എത്തുന്ന പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല എക്സസൈസും ആണ്. പിന്നെ അവിടെ കല്ലുമ്മക്കായ ഉണ്ട്, അതുപോലെ തന്നെ പല കബാബ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്, ഞണ്ടുണ്ട്, ചെമ്മീനുണ്ട്. പിന്നെ അതിനിടയിൽ ഞാൻ എൻ്റെ അമ്മാവനെ കണ്ടു. ഇപ്പോൾ നമ്മൾ കാണാത്തവരെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു രസമല്ലേ. സോ നമ്മൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.